ഫെസ്റ്റീവ് സീസണിലേക്ക് കിടക്കുമ്പോൾ എല്ലാവരും തന്നെ സെർച്ച് ചെയ്യുന്നത് പാർട്ടി വെയർ സെറ്റിലേക്കായിരിക്കും അല്ലേ. അത് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്കും കൂടെ ആക്കിയാലോ. നമ്മുടെ ഫ്ലോറൻസിയുടെ ഓൺ ബ്രാൻഡിലേക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള 4 കളേഴ്സിലേക്ക് വന്നിരിക്കുന്ന പാർട്ടി വെയർ സെറ്റ് ആട്ടോ. 3 പീസ് സെറ്റാണ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഭയങ്കര റേറ്റ് ആയിരിക്കും എന്ന്. 1690 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഒരു റേറ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫാബ്രിക് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഗോൾഡ് ക്രഷ്. അതായത് നമ്മുടെ ഓർഗൻസയുടെ ഒരു ക്രഷ്ഡ് ഫാബ്രിക്കാണ്. അതൊരു ടോട്ടൽ ഒരു 6 പാനൽസ് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു എയർലൈൻ ടോപ്പ്. സ്ലിറ്റഡ് ആയിട്ടല്ല, എയർലൈൻ കൺസെപ്റ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളിയായിട്ട് ലൈനിങ്ങും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മൗവ് പിങ്ക് ഷെയ്ഡിലേക്കാണ്. ഇതിൻ്റെ മിഡിൽ പാനലിലേക്കായിട്ട് ഒരു ഡിസൈനർ ഫാബ്രിക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഗോൾഡൻ സെറിയുടെ ഒരു എംബ്രോയിഡറി വർക്കും കൂടെ വന്നിരിക്കുന്ന ഒരു ഡിസൈനർ ഫാബ്രിക്കിൻ്റെ ഒരു പാനലാണ് യൂസ് ചെയ്തേക്കുന്നത് 48 ഇഞ്ചസ് ലെങ്തിലേക്കും. അപ്പോൾ നമുക്ക് ബാക്കി കളേഴ്സ് നമ്മുടെ കണ്ടാൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളർ ആട്ടോ. നമ്മുടെ ഒരു മൗവ് പീച്ച് എന്ന് പറയാം. ഒത്തിരി ഒരു ബ്രൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന പീച്ച് അല്ല, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന പേസ്റ്റൽ ചാർട്ടിലേക്കാണ് വരുന്നത്. 2 ദുപ്പട്ടയുടെ 2 ബോർഡേഴ്സും സ്കാലപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ, നമുക്കൊരു വെഡിങ്, നമ്മുടെ ഒരു കസിൻസിൻ്റെ വെഡിങ്ങിനോ ഒരു ഹോളി കമ്മ്യൂണിയൻ ബാപ്റ്റിസം എല്ലാ ഫംഗ്ഷൻസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ലാവൻഡർ ഷെയ്ഡിലേക്കാട്ടോ. അപ്പോൾ ഇത് ഈ ഒരു 3 പീസ് സെറ്റ് പാർട്ടി വെയർ ആയിട്ട് ഒരു ഡിസൈനർ കൈൻഡ് ആയിട്ട് പോലും ഒരു കോട്ടൺ 3 പീസ് സെറ്റിന്റെ പ്രൈസിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. അതും ഫ്രീ ഷിപ്പിംഗിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉണ്ടല്ലോ ടോപ്പിന്റെ ബോഡിയിലേക്ക് മാത്രമേ നമ്മൾ ലൈനിങ് യൂസ് ചെയ്തിട്ടുള്ളൂ. ക്രേപ്പ് ലൈനിങ് ആണ്. സ്ലീവിലേക്കും അതുപോലെ തന്നെ ബോട്ടത്തിന് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ. ബോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 48 ഇഞ്ചസ് ലെങ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊരു പോർഷൻ മാത്രമേ നമുക്ക് ആ ഒരു ബോട്ടത്തിന് നമുക്ക് കാണാനായിട്ടുള്ളൂ. 3 നമ്മുടെ ഈ ഒരു ഗോൾഡ് ക്രഷിലെ ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് എല്ലാവരും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള മസ്റ്റർഡ് യെല്ലോ കളർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ ആ ഒരു ലുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദുപ്പട്ട മാറ്റിയിട്ട് കാണിച്ചു തന്നത്. ഇപ്പോൾ ഫ്രണ്ടിലെ മിഡിൽ പാനലിലേക്കാണ് നമ്മുടെ ഒരു ഡിസൈനർ പാച്ച് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതിൻ്റെ ബേസ് ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ ഈ ഒരു ക്രഷ്ഡ് ഓർഗൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 1690 റേറ്റിലേക്കാണ്. അടിപൊളിയായിട്ടുള്ളൊരു ദുപ്പട്ടയാട്ടോ. 2 സൈഡ് ബോർഡേഴ്സിലേക്കായിട്ട് സ്കാലപ്പ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. കോപ്പർ സെറിയുടെ ത്രെഡ്സ് വെച്ചിട്ടാണ് സ്കാലപ്പ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ സെറിയുടെ തന്നെ എംബ്രോയിഡറിയും അതിനകത്തേക്ക് ചെറിയ സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട്, ഒരു ബുട്ടീസ് എന്ന് തോന്നുന്ന രീതിയിലേക്ക്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൂടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. തിരുവമ്പാടിയിൽ നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ട് വന്നേക്കുന്ന ഫിറ്റിംഗ് ആട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. എക്സ്ട്രാ മാർജിനും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് വണ്ണം കൂട്ടേണ്ടവർക്കോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം. അടിപൊളിയായിട്ടുള്ള ഫിറ്റിംഗ് ആണ്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ വാട്സാപ്പിൽ കൂടെ തിരുവമ്പാടിയിൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.